ഹലോ ഗൈസ്, ലോങ് ടൈം നോ സീന്ന. ഞാൻ നാട്ടിൽ പോയി തിരിച്ചെത്തി. ഞാൻ തിരിച്ചു വരുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായി ഞാൻ വാട്ടറിൽ വരെ പോവാം. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 4 hours അടുത്ത് ജേർണി ഉണ്ട്. വാട്ടറിലൊരു വർക്ക് പണിക്ക് വേണ്ടി പോവാം. അപ്പം ഞാൻ എന്തായാലും പോവല്ല. അപ്പോൾ അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒരു ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ അത് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വ്ളോഗ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മടി എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ പിന്നെ വർക്ക് ഉണ്ടായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ ഇരിക്കാൻ പറ്റാറില്ല. പിന്നെ നാട്ടിൽ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു. ആകെ 2 വീഡിയോ ഇട്ടിട്ടുള്ള നാട്ടിൽ പോയതിൻ്റെ. എന്തായാലും ഒരു വീഡിയോ കൂടിയും തിരിച്ചു വരണേന് ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇടുന്നത്. പിന്നെ നാട്ടിൽ പോയിട്ട് ശബരിമലയ്ക്കൊക്കെ പോകാൻ പറ്റി കേട്ടോ. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഒന്നുകൂടിയും പോകുന്നുണ്ട്. മെയിലൊന്നുകൂടിയും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു മാസത്തേക്കായിട്ട് പോകുന്നുണ്ട്. ഇപ്രാവശ്യം 1 മാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസത്തിൽ ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. എന്താണ് ഇത്ര വലിയ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഏറ്റവും കൂടുതൽ ബിസിയസ്റ്റ് തിരക്കാണെന്ന് എൻ്റെ അർത്ഥം. ഏറ്റവും ബിസിയസ്റ്റ് ഹൈവേ ആണ് 401 ഹൈവേ. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ. ഇതിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ ട്രാഫിക് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ വണ്ടികൾ ഒരു സമയത്ത് പോണ റൂട്ടിൽ നിന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എത്ര ലെയിനാന്ന് കണ്ടോ, എത്ര ലെയിനാന്നൊക്കെ. ഒരു സൈഡിലേക്ക് പോകാൻ തന്നെ ഇതിൽ 3, അതിൽ 3, അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞുള്ളൂ. എന്തായാലേ ഇത് ഗൈസ് ഈ സൈഡിൽ കാണുന്നതാണ് സ്കീ ഹില്ലാണ്. കൈൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ എൻ്റെ കൈ ഗൈസ് ഡിസ്ലൊക്കേഷൻ കാരണം അവിടെ ഒരു ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഞാൻ ലിഗമെന്റ് പൊട്ടിയിരിക്കുക. അപ്പം നാട്ടിൽ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണം എന്നാണ്. പക്ഷെ എനിക്ക് നാട്ടിലേക്ക് ഒരു 8 ആഴ്ചക്ക് വേണ്ടി സർജറിക്ക് വേണ്ടി വന്ന് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്ര ലീവൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറെ കൊണ്ട് ആളെന്താ ഒരു റിപ്പോർട്ട് എഴുതി തന്നു ഇവിടുത്തെ ഡോക്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അത് ഇവിടെ കൊണ്ട് ഡോക്ടറിന് കൊടുത്തപ്പോൾ അവർ ഇനീഷ്യലി 4 വർഷം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 1.5 വർഷത്തിൽ അത് ചെയ്യാൻ പറ്റായിരിക്കും എന്നാണ് പറയണവർ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ജിമ്മിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു പേടിയുണ്ട്. ഇപ്പോൾ പഴയ പിന്നെ വാനും വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടോ. 1/2 മണിക്കൂർ കൂടി ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ഓൺ റൂട്ടിൽ നിർത്തി നോക്കുക വാഷ്റൂം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ എത്തിയത് ഞാൻ ഡയറക്റ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ 3 മണിക്ക്. അപ്പോൾ ഇപ്പോൾ 2 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഞാൻ ഡേറ്റാ സെൻറ്ററിൽ പോയി ആദ്യം ഒന്ന് വെറുതെ നോക്കിയിട്ട് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് പിന്നെ വരായിരിക്കും. എൻ്റെ ഡേറ്റാ സെൻറ്റർ എത്തി ഗൈസ്. അയ്യാ ഇത് കണ്ടോ, അവിടെ ഫോർഡ് കണ്ടോ, അതാണ് ഫോർഡിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അവിടെയാണ് മിക്കതും ഡിസൈനിനെ കുറിച്ചിട്ടും മാങ്ങിനെ കുറിച്ചൊക്കെ റിസർച്ച് നടക്കണേ. അവിടെ നിറച്ച് ഫോർഡിൻ്റെ വണ്ടികളായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ഡേറ്റാ സെൻറ്റർ. കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ അത് എൻ്റെ കമ്പനിക്കാരെങ്കിലും കേൾക്കാൻ ഞാൻ ജോലിയിൽ നിന്ന് പുറത്താക്കിയാലോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തീർത്തിട്ട് വരാം. ഓക്കെ. ഉള്ള വണ്ടിയാകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. വന്ന പണി നടന്നു എന്ന് ചോദിക്കാന്ന് വെച്ചാൽ പണി നടന്നു. പക്ഷെ അത് 100% കഴിഞ്ഞിട്ടില്ല. എനിക്കാന്ന് വെച്ചാൽ ഇത് സെർവർ റൂമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും ഈ സെർവർ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ഇത് -15 -16 ഉണ്ട്. ഉള്ളിലും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ ആകെ തണുത്ത് പറിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവളെ കൊണ്ടാക്കി. 80% പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് കഴിഞ്ഞാൽ 20% ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് ഞാൻ വീട്ടിൽ പോയിരുന്നിട്ട് ചെയ്യണം. അപ്പം വിശന്നിട്ട് വയ്യ. കാലത്ത് നമ്മൾ ഒരു സാൻഡ്വിച്ചും കഴിച്ച് ഇറങ്ങിയതാ. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. ഇപ്പോൾ ഈ നിൽക്കണ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ ഇവിടേക്ക് 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം വന്നപ്പോഴും ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയേക്കണം. ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ അവിടേക്ക് തന്നെ പോകാനാണ് കഴിക്കാൻ. കണ്ട 2 സൈഡിലും നല്ല ഐസാ. ഇവിടെ ഫുള്ള് കൃഷി പരിപാടിയാണ് മെയിൻ.
എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവിടെ നിൽക്കണ ഫ്രണ്ട്സ്, ഇവിടെ കുറെ കൃഷി പരിപാടികളുണ്ടെന്ന്. ഇതാ ഹോളിഡേയിലാണ് നമ്മൾ നിൽക്കണത്. ഈ ജാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്റ്റോറൻ്റ് എന്ന് ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ അവളോട് പുറത്തിറങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് ഓടാം. ഹലോ ഗൈസ്, തടക്കടു നമുക്ക് വെയിറ്റിംഗ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കാന്ന് ഇവിടെ. നമുക്ക് 20 മിനിറ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പുറത്തിരിക്കുക, ബാക്കി എല്ലാവരും ഉള്ളിലിരിക്കുക. ഇത് എത്ര ലൈക്ക് ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണ്. അതിലൊരൊറ്റ സീറ്റ് കാലില്ല. അതാണ് എന്താണ് ഇങ്ങനെ ചോദ്യം വരുന്ന കാരണമാണ്. ഞാൻ ഒരു ബിയർ കുടിക്കുന്നുണ്ട്. ഞാൻ സാധനം കാണിച്ചു തരാം. ഞാനൊരു കട്ടൻ ചായ വാങ്ങിച്ചു, ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ഭയങ്കര സിമ്പിൾ, ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ബിയറാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിച്ച സ്മദേർഡ് ചിക്കനും ഇവള് വാങ്ങിച്ച അമരല്ലോ ചിക്കൻ. ഫുഡ് കഴിക്കണ ഞാൻ വീഡിയോ എടുക്കണില്ല, എനിക്ക് ഫുഡ് ഇവിടുത്തെ അറിയാം, നല്ല ഫുഡായിരിക്കും. എന്നാൽ പുറത്ത് പോയിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഏതായിരുന്നു റൂം? 624. എൻ്റെ ഫ്രണ്ടിൽ ഞാൻ നാളെ പോണ സ്ഥലം കാണിച്ചു തരാം. അതാ നിങ്ങൾക്ക് കാണാണ്ടോ എന്ന് തോന്നുന്നു. കണ്ടോ അവിടെ ഒരു ഇതുണ്ടോ? ഇതാണ് ഫാമേഴ്സ് മാർക്കറ്റ്. നാളെ കാലത്ത് അവിടേക്ക് പോകുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യണത് ഇവിടെ നിന്ന് തന്നെ ഓൾമോസ്റ്റ് അതുണ്ട് അവിടെ സിറ്റിയാണ്. അവിടെയാണ് എൻ്റെ ഡേറ്റാ സെൻറ്റർ. ഞാൻ വരുന്ന വഴിക്ക് അടിയിൽ നിന്നൊരു കോഫി എടുത്തു കേട്ടോ. അവിടെ 24 hours കോഫി ഉണ്ട്. ഇനി നാളെ എനിക്കൊന്നും കൂടി ഡേറ്റാ സെൻറ്ററിലേക്ക് പോകേണ്ടി വരും. അപ്പം അതിന് മുമ്പ് ഇത്തിരി കൂടി വർക്ക് ഉണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടുത്തെ പരിപാടി 100% കംപ്ലീറ്റ് ആയാൽ നാളെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. പിന്നെ കാലത്ത് തന്നെ ഇവിടുത്തെ ഫാമേഴ്സ് മാർക്കറ്റിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലത്തൊന്ന് എന്തായാലും അവിടേക്ക് ഇറങ്ങണം. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നാളെ കാലത്ത് കാണാം. നാളെ കാലത്ത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം. എന്നാൽ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ 9 മണിയാവാറേ. ഞാൻ എന്നാൽ രാത്രി 3 മണി 2 മണി 3 മണി വരെ ഇരുന്നു. എല്ലാ പണിയും തീർത്തു കിട്ടോ ഗൈസ്. 100%. ഈ പടിയെ പോകാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റ് കേട്ടോ അത്. ഇന്ന് കാലത്ത് സ്നോ പെയ്തു എന്ന് തോന്നുന്നു. ഫാസ്റ്റൊക്കെ എടുത്തു കേട്ടോ. 2 സോസേജ്, 4 ബേക്കൺ, 2 പാൻ കേക്ക്, പിന്നെ കുറേ മുട്ട. ഹൈ പ്രോട്ടീനാണ്. ഇനി ഇവിടെ കുറേ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു കാപ്പി ഹൈ ഷുഗർ. ഞാൻ ഒരു കാപ്പി വിത്തൗട്ട് ഷുഗർ. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഫാമേഴ്സ് മാർക്കറ്റ് ക്ലോസ്ഡാ. തേങ്ങ ഒന്നുമില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ. പക്ഷേ എന്താ ചെയ്യുക, തിരിച്ചു പോണ സമയത്ത് വല്ലതും നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് അത് ഞാൻ ഇതിലിടാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് കാണിക്കണം നല്ല ആഗ്രഹമായിരുന്നു. അത് വിൻ്റർ ആയ കാരണം ഒരു തേഴ്സ്ഡേസ് മാത്രമാക്കി. തേഴ്സ്ഡേ മാത്രമുള്ളൂ ഈ ഒരു വീക്കിൽ ഓപ്പൺ. അതെന്താ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയതായിരുന്നു. കാംബ്രിഡ്ജ് ഈ ഏരിയയില്ലേ, വാട്ടർലൂ, കിച്ചണർ, ലണ്ടൻ, ഇവിടെയൊക്കെ പേരുകൾ നമ്മൾ ഇപ്പൊ ഈ കാംബ്രിഡ്ജിന്റെ അടുത്ത് തന്നെ ഒരു ടൗണിന്റെ പേര് പാരീസ് എന്നാ. അവിടെ തന്നെ അടുത്ത് ലണ്ടൻ ഉണ്ട്. കാംബ്രിഡ്ജ് തന്നെ നമ്മുടെ യൂറോപ്പിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരല്ലേ. എന്താല്ലേ ഭയങ്കര സ്കോപ്പ് അടിച്ച ഒരു പേര്. എനിക്ക് തോന്നണ ഇതും ക്വീൻ്റെ അണ്ടറിൽ വരുന്ന കൺട്രി കാരനായിരിക്കും ചിലപ്പോ പേര് സെയിം വെച്ചോണ്. നിങ്ങൾക്ക് എന്താ തോന്നണേ? നല്ല എന്തേ എത്ര സ്ഥലങ്ങളുണ്ട് അങ്ങനെ എനിക്കറിയത്തില്ല. ഇന്ത്യൻ റോഡ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഞങ്ങള് പോണ സമയത്ത് വീട്ടിലെത്താറേ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിൽ വീട്ടിലെത്തും. പോണ വഴിക്ക് കുബോഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുബോഗ് എന്ന് പറഞ്ഞൊരു ബിയർ എനിക്കറിയാം. കുബോഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അവിടേക്ക് എക്സിറ്റ് എടുത്തു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്.
ഇവളെന്തോ നോക്കി മാപ്പിൽ ഇട്ടതാ. അപ്പൊ അവിടേക്ക് ഇപ്പൊ പോകുന്നു. എന്ത് ക്യൂസീൻ അത്? മെക്സിക്കൻ മസ്കിക്കൻ കുസീൻ കഴിക്കാൻ പോകുന്നു. കണ്ടിട്ട് ഒരു മെക്സിക്കൻ ലുക്ക് ഒക്കെ ഉണ്ട്. ചിലപ്പോ കനീഡിയനൈസ്ഡ് മെക്സിക്കൻ ആയിരിക്കും. അതെ. നോട്ടീസ് ചെയ്ത് ചത്തു ഗൈസ്. ഒരു സംഭവം നോട്ടീസ് ചെയ്ത്. ഇവിടെ എല്ലാം കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. 20,000 പോപ്പുലേഷൻ ഉള്ളു. നിറച്ച് റെസ്റ്റോറൻറ്റ്സ് തോന്നുന്നു. ഇത്ര 3 മണിക്കൂറായി വണ്ടി പിടിച്ച് തുടങ്ങിയിട്ട്. ഓ പോലീസ് സ്റ്റേഷൻ ബാക്കിലാണ്. പോലീസിന്റെ ഫ്രണ്ടിലോട്ട് കയറ്റി. അവിടെ ഒരു ലോഗോ കണ്ടോ? ആ ലോഗോ കണ്ടോ? മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. അവരുടെ മെയിൻ ലോഗോ അത്. ഒരു പഴയ ടൗണാണ്, പക്ഷെ തിരക്കേ ഇല്ല, ആൾക്കാരേ ഇല്ല. സ്ട്രീറ്റിൽ ഫുൾ സ്ട്രീറ്റിൽ ഞാനും അവള് മാത്രമേ ഉള്ളൂ. എന്താ ഇതുവരെ മെയിൻ സിമ്പിൾ ആട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി നിറച്ച് തലവട്ടികളാ. നല്ല രസറികൾ. മുകളിലൊരു അസ്ഥികൃതം. ആ പെണ്ണിന് നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഒരു മെനു. ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നേ. ആ കുട്ടി വന്ന് ഓർഡർ ചെയ്തു. നല്ല എൻ്റെ മുടിയൊക്കെ നരച്ചു ഗൈസ്. കിളവനായി ഗൈസ്. പുന്നി. അപ്പോൾ ഞാൻ ഇവിടുത്തെ മെയിൻ ഡ്രിങ്ക് ക്ലാസിക് എന്നുള്ള ഡ്രിങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ 4 ടൈപ്പ് ടാക്കോസ്, 5 ടൈപ്പ് ടാക്കോസും പിന്നെ ഒരു നാച്ചോസും വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മെക്സിക്കൻ ഫ്രണ്ട് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം മെക്സിക്കൻ ഫുഡ്. അവൻ്റെ വീട്ടിൽ അടുത്താഴ്ച അവൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മെക്സിക്കൻ ട്രൈ ചെയ്യാറുണ്ട്. ഇവിടെ ഡ്രിങ്ക്സ് വന്നു ഗൈസ്. ഇതാണ് ഇവരുടെ ക്ലാസിക് എന്ന് പറഞ്ഞ ഡ്രിങ്ക്. ലെമൺ ജ്യൂസ് നൈസാ. കോഴ്സ് വന്നു കേട്ടോ ഗൈസ്. ഇതന്നെ അത്യാവശ്യം ഉണ്ട്. നൈസ്. അടിപൊളി. ഫോക്കസ് ഇല്ലല്ലോ. ഒന്നും കൂടെ പറ. അടിപൊളി. ഒന്നും കൂടെ തിന്നിട്ട് പറ. ഒന്നുകൂടി അടിപൊളി. ഇതാണ് സാൽസ. നാച്ചോസ് ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നേ. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത് സ്റ്റേക്ക്. ഇത് 3 ബീഫ്, ഇത് ചിക്കൻ, ഇത് കോളിഫ്ലവർ. ഇതാ പെണ്ണ് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ചാട്ടോ. ബീഫ് കഴിച്ചോട്ടോ. നല്ല ചൂട്. ബാക്കിയുള്ളത് പാക്ക് ചെയ്തു ഗൈസ്. ഒരിക്കലുള്ള ഡിന്നറായി. ഇത് മതി. ഫുഡ് അടിപൊളിയായിരുന്നു. ഇവിടെ വന്ന് തന്നെ നൈസായ. ഞങ്ങൾ കിങ്സ്റ്റൺ. അതെ ഞങ്ങളിത് നന്നാവുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ നല്ല ഫുഡ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. നൈസ്. ഞാൻ എന്തായാലും തിരിച്ച് വീട്ടിലേക്കായിരിക്കും. നമ്മളവിടെ നിന്ന് ഇറങ്ങി പാക്ക് ചെയ്ത ഫുഡായിട്ട്. എവിടേക്കാ നടക്കണേ? വണ്ടി പാക്ക്. ഇവിടെ വന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റാ, ഇതിൻ്റെ ഇപ്പുറത്തൊരു റെസ്റ്റോറൻറ്റാ, ഇതവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഇതിവിടെ ഒരു റെസ്റ്റോറൻറ്റ്. ആൾക്കാരും ഇല്ല, പക്ഷെ നമ്മൾ കഴിച്ച സ്ഥലം അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു അയ്യോ നമ്മൾ ഇത്ര ദൂരം വന്ന് കഴിച്ചിട്ട് പാളിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല ഫുഡ്. ഐ റിയലി ലൈക്ക് ഇറ്റ് ഗൈസ്. വണ്ടിയിൽ കയറി. ഞാൻ ഓടിക്കുന്നില്ല, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക. ഞാൻ ഇനി കിടന്ന് ഉറങ്ങാൻ പോവാ. ഇനി ഇവിടെ നിന്ന് അറൗണ്ട് 1.5 hour 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവള് മിക്കവാറും 1 മണിക്കൂറിലെത്തിക്കും. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രേ ഉള്ളൂ. ഈ വ്ളോഗ് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് വ്ളോഗ് എടുത്തതാണ്. എനിക്ക് നല്ല ചടപ്പുണ്ടായിരുന്നു, ബട്ട് ഐ ട്രൈഡ്.
പ്രത്യേകിച്ച് ഒന്നും കണ്ടന്റ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മെയിൻലി കാണിക്കാണ്ടായിരുന്ന ഫാമേഴ്സ് മാർക്കറ്റ് ആയിരുന്നു. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ബട്ട് നമ്മളൊന്നും കൂടിയും പോകുമ്പോൾ എന്തായാലും മര്യാദയ്ക്ക് ഇനി ലൊക്കേഷൻ എന്താ പറയുക ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടേ പോവുള്ളൂ. ഇനി ഇപ്പോൾ പോയ പോലെ തെറ്റിയിട്ടില്ല. പക്ഷെ മെയിൻലി അതിന് വേണ്ടി പോയതല്ല, എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയതാ. പിന്നെ വ്ളോഗ് എടുത്തിട്ട് എന്താ പറയുക കുറേ നാളായല്ലോ. പിന്നെ എനിക്ക് കമൻസിൽ മറ്റേ മമിത ബൈജു കമൻറ്റ് ഇട്ടൊക്കെ ആയിരുന്നു, ചത്തോന്നാ വ്ളോഗർ കാനഡയിൽ ചത്തോന്ന് എന്തോ മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എവിടെയാ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് 2 വ്ളോഗ്സ് ഞാൻ നാട്ടിൽ പോയതിൻ്റെ. അപ്പം അതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടണമെന്നുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ ഈ വ്ളോഗായിരിക്കും ഞാൻ ഈ വ്ളോഗ് ആദ്യം ഇടുന്നത്. കാരണം ഇതെനിക്ക് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് എടുത്ത കാരണം ഫ്രഷോടെ ഇടാം. എന്നിട്ട് ബാക്കിയുള്ള വ്ളോഗ്സ് ഞാൻ ഇനി എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇത് ജസ്റ്റ് ടു അപ്ഡേറ്റ് ദാറ്റ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ചത്തിട്ടില്ല. കാര്യം പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയുമായി വരുന്നവരെ, അടുത്ത വീഡിയോ എൻ്റെ ചേട്ടൻ വരുന്നുണ്ട്. ആ ചേട്ടൻ്റെ കൂടെ ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ വ്ളോഗ് നൈഗ്രയിൽ. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഷൂട്ട് ചെയ്തത്. ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല. പക്ഷെ ആള് അടുത്ത ആഴ്ച വരുന്നുണ്ട് എന്നെ കാണാൻ. അപ്പോൾ അടുത്ത വ്ളോഗുമായി കാണുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ക്യാൻഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് നീ പിടിച്ചു നിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ടോട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു.